മോളെ ദേവ, എന്ത് പറ്റി? എന്തിനാ എങ്ങനെ കരയുന്നേ? അയ്യോ, നല്ല ചൂടാണല്ലോ ശരീരം മൊത്തം. ഓ, ദേവിക്ക് തീരെ വയ്യല്ലോ. നല്ല പനിയാണ്, വിറയലും ചുമയും എല്ലാം ഉണ്ട്. കരയല്ല മോളെ. ഇന്നലെ വന്ന അതുപോലെ ചെരുപ്പും ഷൂവും ഒന്നും തന്നെ ഊരാതും കണ്ട് കട്ടിൽ കിടന്നുറങ്ങിയതല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരും കേട്ടോ. അമ്മ പറഞ്ഞിരുന്നില്ലേ, മേല് കഴുകി വന്ന് ഫുഡ് കഴിക്കി. എന്തെങ്കിലും നീ അനുസരിച്ചോ? ഒന്നും മിണ്ടാതെ പോയി കിടന്നങ്ങ് കരഞ്ഞുറങ്ങിയതല്ലേ. ആദ്യം തന്നെ നമുക്ക് ചൂരം, എന്നിട്ട് കുപ്പായം ഊരിയിട്ട് അമ്മ മൊത്തം നനച്ച് തുടച്ചു തരാം. എന്നാ തന്നെ പകുതി പനി കുറയും. അതിനുശേഷം നമുക്ക് ഉറങ്ങിയിട്ട് രാവിലെ ഡോക്ടറെ അടുത്തേക്ക് പോവാം കേട്ടോ. ഇനി അമ്മയുടെ മേലേക്ക് ചാരി ഒന്ന് കിടന്നു നോക്ക് ദേവാ, കുറെ സമാധാനമുണ്ടാവും. എന്റെ ഈശ്വര, ഇവളുമാർക്കൊന്നും ഉറക്കവുമില്ലേ? രാത്രിയും പകലും ഒരുപോലെ തന്നെയാണല്ലോ. എപ്പ നോക്കിയാലും ദേവേനും പുന്നാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു പെണ്ണ്. അക്ക വെച്ച അവിടെ എങ്ങാനും കിടന്നോളുമായേ. നീ പോയി കിടന്നുറങ്ങാൻ നോക്കി. ആ ലൈറ്റ് ഒന്ന് ആദ്യം ഓഫ് ചെയ്യ്. കണ്ണുറക്കം പിടിക്കാനേ പറ്റുന്നില്ല. നീ അതൊന്ന് ഓഫ് ചെയ്യേണ്ട മായേ. ഒന്ന് പറഞ്ഞതനുസരിക്ക്. അമ്മേ, എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കല്ലേ അമ്മേ. ദേവിക്ക് തീരെ സുഖമില്ലാഞ്ഞിട്ടാ ഈ സമയത്ത് ഞാൻ എഴുന്നേറ്റ്. എന്നിട്ടും കൊച്ചിനെ ഓരോന്ന് പറയുന്നത് എന്തിനാണ്? കൊച്ചിനെ ഞാനല്ലേ നോക്കുന്നേ, അമ്മയല്ലല്ലോ. ഒന്ന് മിണ്ടാതിരുന്നാ മാത്രം മതി. എന്റെ അമ്മോ. എന്താ മായേ, എന്താ നീ ആരോടാ ഈ ദേഷ്യപ്പെടുന്നേ ഈ പാതിരാത്രിക്ക്? എന്നാ പറ്റി? ആർക്കേലും വയ്യാക്കോ വല്ലതും ഉണ്ടോ? എന്ത് പറ്റിയെന്ന് പറയണ്ടേ മായേ. നീ ആരോടാ ഇങ്ങനെ കെറിവിച്ച് മുഖം കനപ്പിച്ചോണ്ടിരിക്കുന്നേ? എന്താന്ന് വെച്ചാ പറ, അല്ലാതെ ഞാൻ എങ്ങനെ അറിയാനാ? ഒന്നുമില്ല ടോം, ദേവയ്ക്ക് തീരെ സുഖമില്ല. പനിയും ചുമയും വിറയലും മൊത്തം അസുഖമാണ്. അസുഖം വരുന്നതൊക്കെ സാധാരണയല്ലേ. നീ അതിനുള്ള മരുന്ന് കൊടുക്കി. മാറിയില്ലേ നമുക്ക് രാവിലെ ആശുപത്രിയിൽ പോകാം. അതിന് നീ ഇങ്ങനെ കെറിവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എന്നിട്ട് വന്ന് കിടക്ക്. മരുന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ടോം. ടോം ഇപ്പൊ കിടന്നോ, ഞാൻ ഇവിടെ ഉറക്കിയിട്ടേ വരുന്നുള്ളൂ. ദേവക്കുട്ടി, അമ്മ ഒരു പാട്ട് പാടി തന്നാലോ? താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. നമുക്ക് രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. വിഷമിക്കണ്ട, അമ്മയുണ്ട് കൂടെ. അമ്മയുടെ മടിയിൽ കിടന്ന് ദേവക്കുട്ടി ഇറങ്ങിക്കോ.